എന്തായാലും ഇവിടെ നീ ചത്തിട്ടില്ല, ചാകാൻ പോകുന്നേ ഉള്ളൂ. നീ അങ്ങനെയൊന്നും പെട്ടെന്ന് ചാവില്ല. നീ ഇങ്ങനെ ഇഞ്ചിഞ്ച് ആയിട്ട് മറക്കയാ ഈ മർഗയാന്ന് പറഞ്ഞാൽ ഈ മരിച്ചുപോയി എന്നല്ലേ. വെടി കൊണ്ടപ്പോ ഇവന്റെ കിളി പോയി. എല്ലാവർക്കും നമസ്കാരം. മിസ്റ്റർ ഈസ്റ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ നിങ്ങൾ വീഡിയോ ഉണ്ടല്ലോ, പരിക്ക് പറ്റിയ ഒരു പാവ യുവാവിനെ പോലീസുകാർ തൂക്കിയെടുത്തോട്ട് പോവുകയാണ്. അപ്പൊ ആ യുവാവ് നിലവിളിക്കുകയാണ്, മർഗയ്യ. വെടികൊണ്ട് കിളി പോയി. എന്തുമാത്രം വേദന സഹിച്ചുകൊണ്ടാണ് ആ യുവാവ് എന്നൊക്കെ പറയണെങ്കിലേ കാലനാണ് അവനെ എന്തിനാ കൊണ്ടുപോകുന്നറിയോ? ഈ സംഭവം നടക്കുന്ന ഡൽഹിയിലാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പേ ഒരു 10 വയസ്സുകാരിയായ ഒരു പെൺകുട്ടി തന്റെ അച്ഛനോടും അമ്മയോടും സഹോദരങ്ങളോടും ഒപ്പം തെരുവിൽ കഴിയാണ്. അവരെ റോഡ് സൈഡിൽ രാത്രി ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവൻ ഒരു ക്യാബ് ഡ്രൈവറാണ്. അവൻ വാഹനമായിട്ട് വന്നിട്ട് ഈ കുട്ടിയെ തന്റെ കാറിലേക്ക് ഇട്ട് തട്ടിക്കൊണ്ട് പോകുന്നു. തുടർന്ന് ആ പാവത്തിനെ ഒരു ദയവില്ലാതെ റേപ്പ് ചെയ്ത് കൊന്നുകളഞ്ഞു. അതിനാണ് ഇവനെ എന്താ സംഭവം നടന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്, ബാക്കി സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് വീഡിയോ നോക്കാം. ദില്ലിയിൽ 10 വയസ്സുകാരിയെ പീഡിപ്പിച്ചു കൊന്ന പ്രതി പോലീസ് കസ്റ്റഡിയിൽ, രക്ഷപ്പെടാൻ ശ്രമിച്ചു. പ്രതിയെ പോലീസ് വെടിവെച്ച് വീഴ്ത്തി. കാലിന് പരിക്കേറ്റ പ്രതി ആശുപത്രിയിലാണ്. ദൃശ്യങ്ങളിലേക്ക്. ചത്തിട്ടില്ലടാ, മറുകയാ. വെടിയുണ്ടപ്പോ ഇവന്റെ കിളി പോയാ. അൻസിലയാണ് വിവരങ്ങളുമായി ചേരുന്നത്. അൻസില, ഇതെപ്പോഴാണ് സംഭവിച്ചത്? എന്താണ് ഉണ്ടായത്? അളകനന്ദ, രാത്രിയിലാണ് ഈ സംഭവം നടക്കുന്നത്. പ്രതിയുമായി തെളിവെടുപ്പിന് പോയതായിരുന്നു പോലീസ്. ഈ 10 വയസ്സുകാരിയെ പ്രതി കാറിലിട്ട് പീഡിപ്പിച്ച ഗുരുഗ്രാം ഫരീദാബാദ് ഹൈവേയിൽ പ്രതിയുമായി തെളിവെടുപ്പിന് പോയതായിരുന്നു പോലീസുകാർ. ഈ തെളിവെടുപ്പിനിടയിൽ അടുത്തുണ്ടായിരുന്ന ഒരു പോലീസുകാരന്റെ തോക്ക് തട്ടിപ്പറിച്ച പ്രതി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. പിന്നാലെ സ്വയരക്ഷാർത്ഥം പോലീസുകാർ പ്രതിയുടെ മുട്ടിന് താഴെ വെടിവെക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ അടക്കം മാധ്യമങ്ങളോട് പറഞ്ഞത്. പരിക്കേറ്റ പ്രതിയെ ഇപ്പോൾ അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. പ്രതിയുടെ കാലിന് താഴെയാണ് വെടിയേറ്റിരിക്കുന്നത്. പ്രതിയെ നിലവിൽ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പ്രതി തോക്കുമായി രക്ഷപ്പെടാൻ ശ്രമിച്ചത് കൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു പ്രവൃത്തി വേണ്ടി വന്നത് എന്നാണ് ഇപ്പോൾ പോലീസുകാർ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഈ പരിക്ക് ഗുരുതരമല്ല എന്നാണ് ഇപ്പോൾ പോലീസുകാർ അറിയിക്കുന്നത്. അളകനന്ദ, ഈ മർഗയാന്ന് പറഞ്ഞാൽ ഈ മരിച്ചുപോയി എന്നല്ലേ. വെടികൊണ്ടപ്പോ ഇവന്റെ കിളി പോയി. അല്ല, ഇതിന് വേറെ വല്ല അർത്ഥമുണ്ടോ? എനിക്കറിയില്ല. അതുകൊണ്ടാണ്. എന്തായാലും ഇവിടെ നീ ചത്തിട്ടില്ല, ചാകാൻ പോകുന്നേ ഉള്ളൂ. നീ അങ്ങനെയൊന്നും പെട്ടെന്ന് ചാവില്ല. നീ ഇങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് അനുഭവിച്ചു തന്നെ ചാവും. അതിനുള്ള അവസരം എന്തായാലും പോലീസുകാരെ ഇവിടുത്തെ ജനങ്ങളും കോടതിയൊക്കെ കൂടെ നിനക്ക് ഒരുക്കി തരും. അതോർത്ത് നീ വിഷമിക്കണ്ട കേട്ടോ. ഈ സംഭവം നടന്ന ശരിക്കും ഡൽഹിയിലെ ചത്തപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ചത്തപ്പൂർ ജില്ലയിൽ ഒരു തെരുവെടുത്ത് രാത്രിയിൽ അച്ഛനോടും അമ്മയോടും സഹോദരങ്ങളോടും ഒപ്പം കിടന്നുറങ്ങിക്കൊണ്ടിരുന്ന ഈ കുട്ടിയെ ഈ പറയുന്ന ഈ ക്രിമിനൽ വാസുകുമാർ സിംഗ് എന്ന് പറയുന്ന ഈ ഒരു ക്യാബ് ഡ്രൈവർ, ഈ ഒരു അലവനാതി, പിന്നെ വേറെ എന്ത് വേണമെങ്കിലും ഒക്കെ വിളിക്കാം. ഇങ്ങനെ ഒരു കുറ്റം ചെയ്തവനെ എന്ത് വാക്കിൽ നമുക്ക് വിശേഷിക്കാം. അവന് അത്തരം കാര്യങ്ങളൊന്നും പറയുന്നില്ലെന്ന് മാത്രം. എന്തായാലും ഇവനെ എന്ത് ചെയ്യണമെന്ന് ജനങ്ങൾ, അവരുടെ ഒരു ഒപ്പീനിയൻ ഉണ്ട്. ഈ വീഡിയോ വന്നതിന് ശേഷമുള്ള ജനങ്ങളുടെ ഒരു അഭിപ്രായമുണ്ട്. കമന്റ് ബോക്സിൽ വന്നിട്ടുള്ള അവരുടെ കമന്റ്സുകൾ. അപ്പൊ അതൊന്നും നോക്കാം. ഇതിനോട് അവരെങ്ങനെ പ്രതികരിക്കുന്നു, നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ കമന്റ് സെക്ഷൻ കരച്ചിൽ കേട്ടിട്ട് സന്തോഷം വന്നവരുണ്ടോ, വരുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ വന്നു വരുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേരുണ്ട്. അപ്പം ആർക്കും ഇവനോട് യാതൊരു കരണമില്ല, കാരണം കാണിക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ എന്നരെ കൊല്ലണമെന്ന് ഒരു സാധാരണക്കാരൻ ആഗ്രഹിക്കൂ. ഓക്കെ, പിന്നെ സൂപ്പർ കരച്ചിൽ, എല്ലാ കുറ്റവാളികളും കേൾക്കേണ്ട ശബ്ദം, ഡൽഹി പോലീസിന് ബിഗ് സല്യൂട്ട്. അതൊരു പ്രത്യേകതരം ഒരു അഭിനന്ദനാർഹമായ ഒരു കാര്യമാണ്. അവരെ ഈ അഭിനന്ദനമൊക്കെ അർഹിക്കുന്നു. അതേസമയം കേരള പോലീസിനെ വിമർശിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഈ കാര്യങ്ങളൊക്കെ കേരളത്തിൽ നടപ്പിലാക്കേണ്ടേ, ചുമ്മാ തോക്കുവിട്ട് നടന്നാൽ മതിയോ, ഒരുത്തനൊക്കെ വെടിവെച്ച് കൊല്ലണ്ടേന്നൊക്കെ ജനങ്ങളുടെ പ്രതികരണമാണ്. ആ മുറിവിൽ മരുന്നൊന്നും വെച്ച് കെട്ടണ്ട പ്ലീസ്, പഴുത്ത് ചാവട്ടെ അവൻ. ഇങ്ങനെ വേണം പോലീസ് ആയാൽ, അല്ലാതെ ഉണ്ട തൂക്കിയിട്ട് നടന്നിട്ട് കാര്യമില്ല. കേരള പോലീസിന് ഇതൊക്കെ അനുകരിക്കാവുന്നതാണ്. ഇപ്പൊ ജനങ്ങളുടെ ആഗ്രഹമാണ് ഇവിടെ ഇതേപോലെ സമാനമായ രീതിയിൽ ഇതിലും വലിയ വലിയ കുറ്റകൃത്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഇത്തരം കുറ്റവാളികളെ പോലീസ് അറസ്റ്റ് ചെയ്ത് അങ്ങോട്ട് കോടതിയിൽ കൊണ്ടുപോയി ഹാജരാക്കി കുറച്ച് ദിവസം റിമാൻഡ് ചെയ്ത് അത് കഴിയുമ്പോൾ അവർ തിരിച്ചു വന്ന് ആഘോഷിക്കുന്ന കുറെ വീഡിയോസ് ഒക്കെ നമുക്ക് ഈ അടുത്ത കാലത്ത് തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട്, ഉദാഹരണത്തിന് ഷിംജിതയുടെ കേസ്, അങ്ങനെ പല വിധ കേസുകളും ഒക്കെ ഇങ്ങനെ പോവുകയാണ്.
കാരണം ഇവരെ എന്തിനാണ് കൊണ്ടുപോകുന്നത് എന്നറിയില്ല. അവിടെ കൊണ്ടുപോയി തീറ്റിപ്പോറ്റാനാണോ അല്ല അവിടെ ഏതാനും ദിവസം സുഖവാസ കേന്ദ്രത്തിൽ പോയി താമസം നടത്തിയ പോലെ, അല്ലെങ്കിൽ ജനങ്ങളുടെ കയ്യിലെ ആൾക്കൂട്ട വിചാരണ നേരിടേണ്ട അവസ്ഥ വരുത്താതെ അവരെ സംരക്ഷിച്ചുകൊണ്ട് ജയിലിൽ ഏതാനും ദിവസങ്ങൾ അടയ്ക്കുക, അതിനുശേഷം അവർ തിരിച്ചു വന്നിട്ട് വളരെ ആഘോഷപൂർവ്വം ലൈഫ് കൊണ്ടുപോകുന്നതുമായ കാഴ്ചകൾ നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ടു കഴിഞ്ഞു. അത് തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ജനങ്ങൾ ഇത്തരത്തിൽ പ്രതികരിക്കുന്നത്. ഇവനെയൊക്കെ ഓൺ ദ സ്പോട്ടിൽ വെടിവെച്ച് കൊല്ലേണ്ടെന്നൊക്കെയാണ് ചോദിക്കുന്നത്. സ്വാഭാവികമായിട്ടും ആരായാലും അങ്ങനെ പ്രതികരിക്കുള്ളൂ. ഇത് കണ്ടപ്പോൾ തന്നെ ഒരുപാട് പേര് അവന്റെ കരച്ചിൽ കണ്ടപ്പോൾ പറയാം, ഇവനൊക്കെ അന്നേരം സ്പോട്ടിൽ തന്നെ കൊല്ലണ്ടേ. കാരണം ഒരു പിഞ്ചു കുഞ്ഞിനോട് കാണിക്കാവുന്ന അങ്ങേയറ്റം ക്രൂരമായ ഒരു കൃത്യമാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ പ്രതി കസ്റ്റഡിയിലുള്ള സമയത്ത് പോലീസുകാരുടെ കയ്യിൽ നിന്നും അവരുടെ പക്കലുണ്ടായിരുന്ന ആയുധവുമായി ചാടിപ്പോകാൻ ശ്രമിച്ചപ്പോഴാണ് അവര് വെടിവെച്ച് വീഴ്ത്തിയത്. അപ്പോൾ അക്കാര്യത്തിൽ യാതൊരു തരത്തിലും പോലീസിന് കുറ്റം പറയാൻ പറ്റില്ല. മാത്രമല്ല അത് ഏറ്റവും അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അത്രയെങ്കിലും ചെയ്തല്ലോ അവർ എന്നുള്ളതാണ് ഈ പോലീസിന്റെ ഈ ജനങ്ങളുടെ പ്രതികരണം. അവരതിൽ സന്തോഷവാന്മാരാണ്. സാധാരണ കേരളത്തിലൊക്കെ ഇത്തരത്തിലുള്ള കാര്യം നടന്നു കഴിഞ്ഞാൽ പരമാവധി പ്രതിക്കൊന്നും വരാതിരിക്കാനാണ് നോക്കുക. ഇത് എന്തായാലും അവർ വെടിവെച്ച് പിടിച്ചിട്ടേല് എല്ലാവരും വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു കാര്യം ഇനിയും അനുകരിക്കാവുന്നതാണ്. എന്തായാലും ഇവൻ അർഹിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ ഇവന് ലഭിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഏതായാലും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ.